വെൽക്കം ടു സ്മാർട്ട് ക്ലാസ് റൂം. ഇത് മാഗ്നറ്റിസം ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാകും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ കണ്ടൻസ്: ഷേപ്സ് ഓഫ് മാഗ്നറ്റ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, മെത്തേഡ്സ് ഓഫ് മാഗ്നറ്റൈസേഷൻ, ഇലക്ട്രോമാഗ്നറ്റിസം. ഷേപ്സ് ഓഫ് മാഗ്നറ്റ്സ്. മാഗ്നറ്റുകൾ അവയുടെ രൂപത്തെ ആശ്രയിച്ച് പലതായി തരംതിരിച്ചിരിക്കുന്നു. കാന്തത്തിൻ്റെ ഉപയോഗങ്ങൾക്കനുസരിച്ച് ഇനി പറയുന്ന രൂപത്തിലെല്ലാം ലഭ്യമാണ്: യു ഷേപ്ഡ് മാഗ്നറ്റ്സ്, സർക്കുലർ മാഗ്നറ്റ്സ്, ഹോഴ്സ് ഷൂ ഷേപ്ഡ് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്സ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്സ് ആൻഡ് റിംഗ് മാഗ്നറ്റ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. കാന്തിക വലയങ്ങളുടെ സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത്. The lines of force always travel from north to south pole outside the magnet and from south to north pole inside the magnet. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ സഞ്ചാരദിശ മാഗ്നറ്റിനുള്ളിൽ സൗത്ത് ടു നോർത്തും പുറമേ നോർത്ത് ടു സൗത്തും ആയിരിക്കും. All the magnetic lines of force complete their circuit. എല്ലാ ഫ്ലക്സ് ലൈൻസും അടഞ്ഞ ലൂപ്പുകളായിരിക്കും. The magnetic lines do not cross each other. ഒന്ന് മറ്റൊന്നിനെ ക്രോസ് ചെയ്യുന്നില്ല. The magnetic lines prefer to pass and complete their circuit through a magnetic material. അടുത്തു വച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് പദാർത്ഥത്തിന് മേൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ലൂപ്പുകളായി സഞ്ചരിക്കുന്നു. They behave like a magnetic elastic band. ഒരു മാഗ്നറ്റിക് ബാൻഡ് പോലെ വർത്തിക്കും. മെത്തേഡ്സ് ഓഫ് മാഗ്നറ്റൈസേഷൻ. ഒരു പദാർത്ഥത്തെ കാന്തമാക്കി മാറ്റാനുള്ള മാർഗങ്ങളാണ് താഴെ പറയുന്നത്: ടച്ച് മെത്തേഡ്, ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇൻഡക്ഷൻ മെത്തേഡ്. ടച്ച് മെത്തേഡ്. ദിസ് മെത്തേഡ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു സിംഗിൾ ടച്ച് മെത്തേഡ്, ഡബിൾ ടച്ച് മെത്തേഡ് ആൻഡ് ഡിവൈഡഡ് ടച്ച് മെത്തേഡ്. ഒരു പെർമനന്റ് മാഗ്നറ്റ് കൊണ്ട് ഉരസുമ്പോൾ മാഗ്നറ്റൈസ്ഡ് ആവുന്ന മെത്തേഡാണ് ടച്ച് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇവ 3 തരത്തിലാണുള്ളത്: സിംഗിൾ ടച്ച്, ഡബിൾ ടച്ച് ആൻഡ് ഡിവൈഡഡ് ടച്ച്. ആദ്യത്തേത് സിംഗിൾ ടച്ച് മെത്തേഡ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം മാഗ്നറ്റൈസ് ചെയ്യേണ്ട സ്റ്റീൽ ബാറിനെ ഒരു പെർമനന്റ് മാഗ്നറ്റിൻ്റെ ഏതെങ്കിലും ഒരു പോൾ ഉപയോഗിച്ച് ഒരു വശത്തേക്ക് ഒരു നിശ്ചിത സമയം ഉരസിയാൽ സ്റ്റീൽ ബാർ ഒരു പെർമനന്റ് മാഗ്നറ്റായി മാറുന്നു. ഒരു സ്റ്റീൽ ബാറിനെ കാന്തമാക്കി മാറ്റുന്ന ഈ രീതിയെ സിംഗിൾ ടച്ച് മെത്തേഡ് എന്ന് പറയുന്നു. അടുത്തത് ഡബിൾ ടച്ച് മെത്തേഡ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം മാഗ്നറ്റൈസ് ചെയ്യേണ്ട സ്റ്റീൽ ബാറിനെ 2 പെർമനന്റ് മാഗ്നറ്റുകളുടെ മുകളിൽ വെച്ച് മറ്റ് 2 പെർമനന്റ് മാഗ്നറ്റുകൾ ഉപയോഗിച്ച് കൈയെടുക്കാതെ 2 വശത്തേക്കും ഒരു നിശ്ചിത സമയം ഉരസിയാൽ സ്റ്റീൽ ബാർ ഒരു കാന്തമാക്കി മാറ്റാം. ഉരസാൻ ഉപയോഗിക്കുന്ന പെർമനന്റ് മാഗ്നറ്റുകൾ ഒരു ഇൻസുലേറ്റർ ഉപയോഗിച്ച് വേർപെടുത്തിയിരിക്കണം. ഈ രീതിക്ക് ഡബിൾ ടച്ച് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നു. അടുത്തത് ഡിവൈഡഡ് ടച്ച് മെത്തേഡ്. ഈ മെത്തേഡിലെ ക്രമീകരണം ഡബിൾ ടച്ച് മെത്തേഡിലേതുപോലെ തന്നെയാണ്. ഡിവൈഡഡ് ടച്ച് മെത്തേഡിൻ്റെ പ്രവർത്തനം ഇതാണ്: സ്റ്റീൽ ബാറിനെ 2 പെർമനന്റ് മാഗ്നറ്റുകൾ ഉപയോഗിച്ച് ഒരു വശത്തേക്ക് മാത്രം ഉരസുക. അതിനുശേഷം കൈയെടുത്ത് വീണ്ടും സെന്ററിലേക്ക് കൊണ്ടുവന്ന് അതേ വശത്തേക്ക് വീണ്ടും ഉരസുക. പെർമനന്റ് മാഗ്നറ്റുകളെ വേർതിരിക്കുന്ന ഇൻസുലേറ്റർ ഇതിൽ ഉണ്ടായിരിക്കുകയില്ല. ഒരു നിശ്ചിത സമയത്തേക്ക് ഈ പ്രക്രിയ തുടർന്നാൽ വീര്യം കുറഞ്ഞ പെർമനന്റ് മാഗ്നറ്റുകൾ ലഭിക്കും. ഇൻഡക്ഷൻ മെത്തേഡ്. പെർമനന്റ് മാഗ്നറ്റുകളെ നിർമ്മിക്കുന്നതിനുള്ള കമേഴ്ഷ്യൽ രീതിയാണ് ഇത്. ഇൻഡക്ഷൻ മെത്തേഡിൽ പോൾ ചാർജർ ഉപയോഗിച്ചാണ് ഒരു സ്റ്റീൽ ബാറിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ഒരു അയൺ കോറും അതിനു ചുറ്റും കമ്പിച്ചുരുളുകളുമുള്ള ഒരു കൺസ്ട്രക്ഷനാണ് പോൾ ചാർജർ എന്ന് പറയുന്നത്. പോൾ ചാർജറിലേക്ക് മാഗ്നറ്റൈസ് ചെയ്യപ്പെടേണ്ട സ്റ്റീൽ ബാറിനെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു നിശ്ചിത സമയത്തേക്ക് DC സപ്ലൈ കോയിലിലേക്ക് കടത്തിവിട്ടാൽ
സ്റ്റീൽ ബാർ ഒരു പവർഫുൾ മാഗ്നറ്റായി മാറും. ഈ രീതിയിൽ പെർമനന്റ് മാഗ്നറ്റിനെ നിർമ്മിക്കുന്നതിനാണ് ഇൻഡക്ഷൻ മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ബൈ ഇലക്ട്രിക് കറണ്ട്. ഏത് മെറ്റീരിയലിനെയാണോ മാഗ്നറ്റൈസ് ചെയ്യേണ്ടത് ആ പദാർത്ഥത്തെ ഒരു കോപ്പർ വയർ ഉപയോഗിച്ച് ചുറ്റിയതിനു ശേഷം ആ വയറിലേക്ക് നിശ്ചിത അളവിൽ കറണ്ട് കടത്തിവിട്ടാൽ അതിനെ മാഗ്നറ്റാക്കി മാറ്റാം. ഈ രീതിയിൽ ഒരു സ്റ്റീൽ ബാറിനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ പെർമനന്റ് മാഗ്നറ്റായും ഒരു സോഫ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഇലക്ട്രോ മാഗ്നറ്റായും മാറ്റാൻ സാധിക്കും. ഇലക്ട്രോ മാഗ്നറ്റിസം. ഇലക്ട്രോ മാഗ്നറ്റുകളെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന സവിശേഷതയാണ് ഇന്ന് വളരെയധികം പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും ഈ ഒരു അടിസ്ഥാന തത്വം നിലനിൽക്കുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. ഓയർസ്റ്റഡ് എന്ന ഡാനിഷ് സയന്റിസ്റ്റ് 1819 ഇലക്ട്രിസിറ്റിയുടെയും മാഗ്നറ്റിസത്തിന്റെയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടത്തിയൊരു പരീക്ഷണമാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന സവിശേഷതയ്ക്ക് നിതാന്തമായത്. ഓയർസ്റ്റഡ് എന്ന സയന്റിസ്റ്റ് ചെയ്ത പരീക്ഷണമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു കണ്ടക്ടറിന് പാരലലായി ഒരു മാഗ്നറ്റിക് നീഡിൽ സ്ഥാപിച്ചിരിക്കുന്നു. കണ്ടക്ടറിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായി കണ്ടു. വൈദ്യുതിയുടെ ഡയറക്ഷൻ മാറ്റി നോക്കിയപ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷനും വിപരീത ദിശയിലായി. ഇത്തരത്തിൽ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് കണ്ടക്ടറിലും ഒരു ഫീൽഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് കണ്ടക്ടറിന് ചുറ്റും കാന്തിക വലയങ്ങൾ രൂപപ്പെടുന്നതായി കണ്ടു. On passing a current through a coil of wire, a magnetic field is set up around the coil. If a soft iron bar is placed in the coil of wire carrying the current, the iron bar becomes magnetized. This process is called electromagnetism. അതായത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ അതിനു ചുറ്റും കാന്തിക ശക്തി പ്രകടമാകുന്നു. കണ്ടക്ടറുകളെ ചുറ്റുകളാക്കി അതിനകത്തൊരു കാന്തിക പ്രേരക വസ്തു കടത്തിവെച്ചാൽ അതൊരു മാഗ്നറ്റായി മാറുന്നു. കറണ്ട് കടത്തിവിടുമ്പോൾ കണ്ടക്ടറിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക ശക്തി വർദ്ധിപ്പിക്കാനായി അതിനകത്ത് കടത്തിവെക്കുന്ന വസ്തുവിനെ കോർ എന്ന് വിളിക്കുന്നു. കോർ ആയി സോഫ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറണ്ട് കടത്തിവിടുമ്പോൾ അതൊരു ഇലക്ട്രോ മാഗ്നറ്റായി മാറുന്നു. എപ്പോഴാണോ കറണ്ട് പിൻവലിക്കുന്നത് അപ്പോൾ സോഫ്റ്റ് അയണിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടും. വൈദ്യുതി പിൻവലിക്കുമ്പോൾ സോഫ്റ്റ് അയൺ കോറിൽ നിലനിൽക്കുന്ന ചെറിയ അളവിലുള്ള കാന്തിക ശക്തിയെ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് വിളിക്കുന്നു. ഒരു സിമ്പിൾ ഇലക്ട്രോ മാഗ്നറ്റാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിന്റെ പൊളാരിറ്റി അതിലേക്ക് കടത്തിവിടുന്ന കറണ്ടിന്റെ ഡയറക്ഷനെ ആശ്രയിച്ചിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിസം ഇൻ എ വയർ. കണ്ടക്ടറിലേക്ക് കറണ്ട് കടത്തിവിടുമ്പോൾ അതിനു ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൂപ്പുകളായാണ് കാണപ്പെടുന്നത്. കറണ്ട് ഫ്ലോയുടെ ദിശയനുസരിച്ച് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മാറുന്നു. ഒരു കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും കറണ്ടിന്റെയും ഡയറക്ഷൻ മനസ്സിലാക്കാൻ 3 ലോസ് ആണ് ഉള്ളത്. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ, മാക്സ്വെൽസ് കോർക്സ്ക്രൂ റൂൾ, റൈറ്റ് ഹാൻഡ് പാം റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഒരു കണ്ടക്ടറിൽ കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ കണ്ടുപിടിക്കാനുള്ള വ്യവസ്ഥയാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണ്ടക്ടറിന് ചുറ്റും തള്ളവിരൽ കറണ്ടിന്റെ ദിശയിലേക്ക് വരത്തക്ക രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ മറ്റു വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെ കാണിക്കുന്നു. അടുത്തത് മാക്സ്വെൽസ് കോർക്സ്ക്രൂ റൂൾ. ഇതും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ മനസ്സിലാക്കുന്നതിനുള്ള മറ്റൊരു ലോ ആണ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ താഴോട്ടാണെങ്കിൽ
ഒരു കോർക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ സ്ക്രൂവിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഹാൻഡിൽ തിരിക്കുന്ന ദിശ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനായി കണക്കാക്കാം, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. റൈറ്റ് ഹാൻഡ് പാം റൂൾ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുവാനുള്ള വേറൊരു ലോ ആണ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം വലതുകൈ നിവർത്തി പിടിച്ചാൽ തള്ളവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനെയും മറ്റു വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെയും ഉള്ളം കൈ ഫോഴ്സിനെയും സൂചിപ്പിക്കുന്നു. സോളിനോയിഡ്. ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന സവിശേഷതയുടെ പ്രധാന ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒരു കമ്പിച്ചുരുളും ഒരു മാഗ്നറ്റിക് കോറുമാണ്. കോയിലിലേക്ക് കറണ്ട് കടത്തിവിടുമ്പോൾ കോയിലിൽ ഒരു ഫീൽഡ് ഉണ്ടാവുകയും ഈ കാന്തിക ശക്തി കൊണ്ട് മാഗ്നറ്റിക് കോർ അതിനുള്ളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. മാഗ്നറ്റിക് കോറായി സാധാരണയായി ഒരു അയൺ ബാർ ആണ് ഉപയോഗിക്കുക. കണ്ടക്ടറിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവ് നിയന്ത്രിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റുകളുടെ കാന്തിക ശക്തിയെയും വ്യത്യാസപ്പെടുത്താം. മാഗ്നറ്റിക് കോറുകളായി സാധാരണയായി ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽസും അവയുടെ പ്രത്യേകതകളും താഴെ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് അയൺ. സോഫ്റ്റ് അയണുകൾ സാധാരണയായി ഇലക്ട്രോ മാഗ്നറ്റുകളായാണ് ഉപയോഗിക്കുന്നത്. സിലിക്കോൺ സ്റ്റീൽ. സ്റ്റീൽ വിത്ത് 2.4% സിലിക്കൺ. സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത് വലിയ മാഗ്നറ്റുകളുടെ ഉപയോഗത്തിനാണ്. പെർമലോയ്. അയേണിൻ്റെയും നിക്കലിൻ്റെയും ഒരു അലോയാണ് പെർമലോയ്. സാധാരണയായി വീര്യം കുറഞ്ഞ മാഗ്നറ്റുകൾ ടെലിഫോണുകളിലാണ് ഉപയോഗിക്കുന്നത്. മ്യൂമെറ്റൽ. നിക്കൽ, ക്രോമിയം, അയേൺ, കോപ്പർ ഇവയുടെ സംയുക്തമായ മ്യൂമെറ്റൽ ഉപയോഗിക്കുന്നത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സിലും മാഗ്നറ്റിക് സ്ക്രീനിങ്ങിലുമാണ്. മാഗ്നറ്റിസത്തിൻ്റെ മെയിൻ ടോപ്പിക്കായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.